ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒന്നുമല്ല, ഒരു നോർമൽ ഫ്ലവർ കേസാണ്. നമുക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു ഗ്ലാസ് ബോട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയൊരു ഫ്ലവർ കേസാണ്. എന്തായാലും നമുക്ക് നമ്മുടെ വേറസിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബോർഡിൽ കട്ട് ചെയ്യാനുള്ള ടൂൾസ് എന്തൊക്കെ നോക്കാം. ആദ്യം ത്രെഡ് വേണം, പിന്നെ ഒരു ഗ്ലൂ ഗണ്ണ്, പിന്നെ നമുക്ക് ലൈറ്റർ വേണം, പിന്നെ സാധാരണ മറ്റേ കെറോസിൻ, അതായത് മണ്ണെണ്ണ വേണം, പിന്നെ അലങ്കാരത്തിനായിട്ട് ചെറിയ എന്തെങ്കിലും കല്ലുകൾ, പിന്നെ മറ്റേ കത്തിരിക വേണം, ബോട്ടിൽ വേണം. പിന്നെ നമുക്ക് കാണാൻ പറ്റും, ഞാൻ സാധാരണ രീതിയിലൊന്ന് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഫ്ലവർ കേസ്, അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മളൊരു ചെറിയൊരു ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും വീഡിയോ ഒക്കെ നടക്കാം. ഇപ്പം ഞാനൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് നമുക്ക് ഈ ബോട്ടിൻ്റെ സെൻറ്ററിലായിട്ട് ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുക്കുമ്പോൾ അധികം ടൈറ്റൊന്നും ചെയ്യേണ്ട, ഒരു ചെറിയൊരു രീതിയിൽ ചുറ്റി കൊടുത്താൽ മതി. കാരണം മുറുകി കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ പല പോർഷനിലൊക്കെ ആയിട്ട് തെറ്റിപ്പോവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് കെറോസിൻ, അത് മണ്ണെണ്ണ എടുത്ത് ഇതിൻ്റെ ആ നൂലിൻ്റെ മുകളിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് കറക്റ്റ് ആ നൂല് ചുറ്റിയ അതേ അളവിൽ തന്നെ വേണം മണ്ണെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ആ ഗ്ലാസിൻ്റെ മറ്റു വശത്തൊക്കെ ഒന്നും പരക്കാൻ പാടില്ല. പരന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ കത്തിപ്പിടിക്കും. അപ്പം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിത് കത്തിക്കാം. ഈ ബോട്ടിൽ കത്തിക്കാൻ പോകണപ്പോൾ അപ്പോൾ നമുക്ക് ആ ത്രെഡിൻ്റെ അവിടെ തീ കൊടുക്കുക. ഇത് തീയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെ കറക്കി കൊടുക്കണം. കാരണം ഈ കത്തി പിടിച്ച് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ, കറക്റ്റായിട്ട് കിട്ടിയാലത് മുറിഞ്ഞു പോകുള്ളൂ. നമ്മൾ കറക്കി കൊടുത്തില്ല വെച്ചെങ്കിൽ പിന്നെ അത് മുറിയാൻ സാധ്യതയില്ല. ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കി അപ്പോൾ തന്നെ നമുക്ക് ഒരു സൗണ്ട് വരും, പൊട്ടുന്നതിൻ്റെ ചെറുതായിട്ടൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
സെക്കൻഡ് ലെയർ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ടൊക്കെ അപ്ലൈ ചെയ്തു നമ്മൾ ഗ്ലൂ. ഇനി കുറച്ച് അലങ്കാര കല്ലൊക്കെ വെച്ച് നമുക്കൊന്ന് അലങ്കരിക്കണം. അപ്പോൾ ഏത് കല്ലായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന മറ്റേ അക്കുറത്തിൽ കിട്ടുന്ന കളർഫുള്ളായിട്ടുള്ള കല്ലായാലും മതി, അല്ലെങ്കിൽ മെറ്റലോ അങ്ങനെയുള്ള ഏതെങ്കിലും കല്ലായാലും മതി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ അലങ്കാര കല്ലാണ്. അപ്പോൾ അതൊന്ന് നിറച്ച് കൊടുക്കാം. വെള്ളം ഫുള്ളായി ഒഴിക്കൊന്നും വേണ്ട, ഒരു ലേശം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്ലവർ കേസിൻ്റെ അലങ്കാരപ്പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു ലുക്ക് ഉണ്ട്. കാരണം അത്രക്കും സെറ്റപ്പായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ വീട്ടിലൊക്കെ സാധാരണ ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെടിയുടെ ഫ്ലവർ കേസിൻ്റെ എല്ലാം പണി പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ നിങ്ങളാണ്, ഞാനല്ല. ഭംഗിയുണ്ടെങ്കിൽ ഭംഗിയുണ്ടെന്ന് പറയും. പിന്നെ കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലേ. എന്തായാലും നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യണം.